അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ കാണാതായിരിക്കുന്നു. ക്ഷേത്ര ഫണ്ടിൽ വൻ ക്രമക്കേടും പണം കാണാതാകലും നടന്നിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ വലിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുന്ന ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉന്നയിച്ച ചില ആരോപണങ്ങളോടെയാണ് ഈ തട്ടിപ്പിനെ കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. അയോധ്യ ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ച കോടിക്കണക്കിന് രൂപ കാണാതായിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതോടെ വിഷയം വലിയ വിവാദമാകുകയും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. അന്വേഷണത്തിലൂടെ പുറത്തു വന്നതാകട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങളും. ക്ഷേത്രത്തിലെ കാണിക്ക പണം എണ്ണാൻ ട്രസ്റ്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതിനായി SBI നിയമിച്ച ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു അയോധ്യ സ്വദേശിയായ അനിൽകുമാർ. ഇയാൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി അതീവ സുരക്ഷയുള്ള പണമെണ്ണുന്ന മുറിയിൽ നിന്നും ദിവസേന 50,000 രൂപ വീതം മോഷ്ടിച്ചു കടത്തുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പണമെണ്ണുന്നതിനിടെ അതിവിദഗ്ധമായി ഇയാൾ നോട്ടുകെട്ടുകൾ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു. ബാങ്ക് അധികൃതർക്ക് തോന്നിയ ചില സംശയങ്ങളെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ തെളിവുകൾ ലഭിച്ചത്. തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 10 ലക്ഷത്തോളം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഈ സംഭവം പുറത്തു വന്നതോടെ അയോധ്യയിലെ സുരക്ഷാ വീഴ്ച രാജ്യമൊട്ടാകെ ചർച്ചയായിരിക്കുകയാണ്. പിന്നാലെ BJP നേതാവും മുൻ MPയുമായ ബ്രജ് ഭൂഷൺ ശരൺ സിംഗും ക്രമക്കേടുകളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് വിവാദത്തിനാക്കം കൂട്ടി. ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് തനിക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നും എന്നാൽ താൻ അത് പുറത്തു പറയാതിരുന്നതാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വിവാദങ്ങൾ ആളിക്കത്തിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ഇതാദ്യമായല്ല ആരോപണമുയരുന്നത്. ഭക്തർ നൽകിയ പല ചെക്കുകളും മടങ്ങുന്നതായും പ്രതിമാസം കോടിക്കണക്കിന് രൂപയുടെ കാണിക്ക ലഭിച്ചിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി പണം എത്തുന്നില്ലെന്നും മുൻപും ചില ആഭ്യന്തര ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ട്രസ്റ്റ് ഇപ്പോൾ ഒരു ജീവനക്കാരൻ നേരിട്ട് പണം കടത്തിയതായി തെളിഞ്ഞതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ട്രസ്റ്റിന്റെ പ്രതിച്ഛായ തകർക്കാനും ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താനുമുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നത്. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപണങ്ങൾ കടുപ്പിച്ചതിന് പിന്നാലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനോട് നേരിട്ട് അന്വേഷണത്തിന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാർ 3 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത്, ലക്നൌ റേഞ്ച് IG കിരൺ S, ധനകാര്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നീൽ രത്തൻ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഈ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും ഇവർ വിശദമായി പരിശോധിച്ചു വരികയാണ്. വിഷയത്തിൽ ഉത്തർപ്രദേശിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. വിഷയം അന്വേഷിക്കാൻ സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ട്രസ്റ്റിന് സ്വന്തമായി ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടെന്നും അവർ അത് കൃത്യമായി കൈകാര്യം ചെയ്യുമെന്നുമാണ് UP മന്ത്രി സൂര്യപ്രതാപ് ഷാഹി വ്യക്തമാക്കിയത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും പറയുന്നത് പതിവ് ആഭ്യന്തര ഓഡിറ്റുകളിൽ വലിയ ക്രമക്കേടുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ്. BJPക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ തട്ടിപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നതായാണ് റിപ്പോർട്ടുകൾ. മുതിർന്ന BJP നേതാവായ രജനീഷ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നേരിട്ട് കത്തയച്ചിരിക്കുകയാണ്. ട്രസ്റ്റിന്റെ സാമ്പത്തിക വിവരങ്ങൾ, അക്കൗണ്ടുകൾ, ഭൂമി ഇടപാടുകൾ, ചെലവുകൾ എന്നിവയെല്ലാം പൂർണ്ണമായും സുതാര്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണമെന്നാണ് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭക്തർ സമർപ്പിച്ച കാണിക്കപ്പണം എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ SIT അന്വേഷണത്തിലൂടെ സാധിക്കുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രതീക്ഷ. കൂടുതൽ CCTV ദൃശ്യങ്ങളും ബാങ്ക് ജീവനക്കാരന്റെ പങ്കിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും അന്വേഷണത്തിലൂടെ കണ്ടെത്തുമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും നടപടികളുണ്ടാകുമെന്നും UP സർക്കാർ വ്യക്തമാക്കുന്നു.